ബഹിരാകാശത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ? ഇപ്പോൾ ലോകരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ബഹിരാകാശത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ചൈനയും റഷ്യയും കില്ലർ സാറ്റലൈറ്റുകൾ വികസിപ്പിക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ട് ജപ്പാൻ അവരുടെ ആദ്യത്തെ ബഹിരാകാശ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനരഹിതമാക്കുന്നതിനാണ് ഈ ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ചൈന ഈ അവകാശവാദം നിരസിക്കുകയും ജപ്പാന്റെ തെറ്റായ പ്രചാരണമാണെന്നും സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഒഴിവ് കഴിവാണ് ജപ്പാൻ നടത്തുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കാര്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജപ്പാൻ തിങ്കളാഴ്ച തങ്ങളുടെ ആദ്യത്തെ ബഹിരാകാശ പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. അതിൽ ഇങ്ങനെ പറയുന്നു: ബഹിരാകാശത്ത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ കൊലയാളി ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു. ഈ ഉപഗ്രഹങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ കഴിയും. അതിനാൽ ഉപഗ്രഹങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് സ്വയം പ്രതിരോധ സേനയും സ്വകാര്യ കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. മിസൈൽ വിക്ഷേപണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാനും ഉപഗ്രഹ ആശയവിനിമയങ്ങൾ സുരക്ഷിതമാക്കാനും മറ്റ് രാജ്യങ്ങളുടെ ആശയവിനിമയങ്ങൾ തടസ്സപ്പെടുത്താനുമുള്ള കഴിവ് വികസിപ്പിക്കാനും ജപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. എന്നിരുന്നാലും ജപ്പാന്റെ അവകാശവാദത്തിനെതിരെ ചൈന കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജപ്പാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് ഷാങ് സിയോഗാങ് പറഞ്ഞു. ചൈനയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണിത്. ചൈനയുടെ ഭീഷണിയുടെ മറവിൽ ജപ്പാൻ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ചൈന പറയുന്നത്. ഇത് പൂർണ്ണമായും തെറ്റാണ്. ചൈന അങ്ങനെ ചെയ്യുന്നില്ല. എന്തായാലും കൊലയാളി ഉപഗ്രഹമാണ് ഇപ്പോൾ ചൈനയും റഷ്യയും മുകളിലേക്ക് വിടുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഈ കൊലയാളി ഉപഗ്രഹം? മറ്റു ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ തടസ്സപ്പെടുത്താനോ രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹമാണ് കില്ലർ സാറ്റലൈറ്റ്. ചൈനയും റഷ്യയും ഇത്തരം ആ ഉപഗ്രഹങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ബഹിരാകാശത്ത് മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നും ജപ്പാൻ അവകാശപ്പെടുന്നു. ഒരു ഉപഗ്രഹം മറ്റൊരു ഉപഗ്രഹത്തെ സമീപിച്ച് അതിനെ കേടുവരുത്തുകയോ അല്ലെങ്കിൽ ആശയവിനിമയം നിർത്തുകയോ ചെയ്താൽ അതിനെ കില്ലർ സാറ്റലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.